നമസ്കാരം. SB ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ LDF അല്ലെങ്കിൽ CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് K അനിൽകുമാർ, അദ്ദേഹം കോട്ടയത്ത് നിന്ന് തിരുവഞ്ചൂരിനെതിരായി മത്സരിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മുടെ ഇടയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ മുനമ്പം. ആ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി 10 മിനിറ്റ് കൊണ്ട് എന്തോ കാര്യം സാധിച്ചെടുക്കും എന്നൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പറഞ്ഞു. പിന്നീട് ഈ കഴിഞ്ഞുപോയ സർക്കാർ 8ൻ്റെ പണി കൊടുത്തിട്ട് പോയി എന്നുള്ളതാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ആരോപണം. അതായത് പിന്നെ സർക്കാർ എന്തോ 8ൻ്റെ പണി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പം തങ്ങൾക്ക് ഈ 10 മിനിറ്റ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ അതിനുള്ളിൽ നിന്നുകൊണ്ട് ഒന്നും നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സതീശൻ്റെ ചെമ്പ് തെളിയുമ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പോൾ അതിനകത്ത് പിന്നെ കൃത്യമായി പറയുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അധികാരം പിടിക്കാൻ ആധികാരികമായി നുണ പറഞ്ഞും വ്യാജവാഗ്ദാനങ്ങൾ നൽകിയും ജനങ്ങളെ കബളിപ്പിച്ച ഒരാളാണ് VD സതീശൻ എന്ന് പറയുന്ന രീതിയാണ്. അപ്പോൾ അതിൽ ഉദാഹരണം, വാഹന മോഡിഫിക്കേഷൻ വിഷയത്തിൽ യുവാക്കളെ കുടുക്കിയ സതീശന് ഇപ്പോൾ ചിരി മാത്രം ബാക്കി, മിണ്ടാട്ടമില്ല. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഉണ്ടായ വിധികൾ മറച്ചുവെച്ച് പിണറായി എന്ന ധാർഷ്ട്യക്കാരനെ മാറ്റിയാൽ മോഡിഫൈ ചെയ്യാനാകുമെന്ന വ്യാജ പ്രതീതി നിർമ്മിക്കാൻ മാധ്യമങ്ങൾ കൂട്ടുനിന്നു. ഇത് സത്യമാണ്. മാധ്യമങ്ങൾക്ക് അറിയാമല്ലോ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് അതിന് ഇത്രത്തോളം ഹൈപ്പ് കൊടുത്തത് എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. കാര്യം ഒരു കാരണവശാലും ഈ പറയുന്ന മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനം കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ MVD വിചാരിക്കാൻ നടക്കുന്ന കാര്യമല്ല. അത് മോട്ടോർ വെഹിക്കിൾ ആക്ട്, അത് കേന്ദ്രത്തിൻ്റെതാണ്. കേന്ദ്രം വിചാരിക്കാതെ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ എന്നിട്ടും ഇങ്ങനെ മുഖ്യമന്ത്രി വിചാരിച്ചാൽ കേരളത്തിൽ വാഹനങ്ങൾ മോഡിഫൈ ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചെടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പം ഇതിനു മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം വിഷയത്തിൽ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് പറയുന്ന ഒരു തെറ്റായ ഒരു ബോധ്യം അല്ലെങ്കിൽ തെറ്റായ ഒരു വിവരം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി VD സതീശൻ എന്ന് പറയുന്ന ഒരാൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പിന്നെ പറയുന്നത്. അപ്പോൾ ദീപിക പോലും ആ രീതിയിലൊരു മാറ്റം, അതായത് ദീപിക പത്രത്തിൻ്റെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സുപ്രീം കോടതിയിൽ ഒരു കേസ് നടക്കുന്നത് ആർക്കും അറിയില്ലായിരുന്നു. 10 മിനിറ്റ് കൊണ്ട് ഒരു വിഷയം പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയെന്ന് ചോദിക്കാനുള്ള ബുദ്ധിയും ഉണ്ടായില്ല. അധികാരം കൊടുത്തവർക്ക് സതീശൻ 8ൻ്റെ പണി കൊടുക്കുന്നു എന്നാണ് നാം കാണുന്നത്. എന്നിട്ട് പതിവ് പോലെ നുണ പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി എന്തൊക്കെയാണ്, ഇനി മുനമ്പം യാഥാർത്ഥ്യം എന്ത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആരാണ് 8ൻ്റെ പണി കൊടുത്തത്? ഇതാണ് അദ്ദേഹം ചർച്ച ചെയ്യാൻ പോകുന്നത്, അനിൽകുമാർ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ്, മുനമ്പത്തെ വസ്തു ഫറൂഖ് കോളേജ് പണം വാങ്ങി വിറ്റു, അത് മുസ്ലിം ലീഗുകാർക്ക് അറിയില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, പാണക്കാട് തങ്ങൾ ചെയർമാനായിരുന്ന വഖഫ് ബോർഡ് 2019 മെയ് 20 മുനമ്പം ഭൂമി വഖഫായി രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിട്ടതനുസരിച്ച് 7 വർഷം മുമ്പ് 8ൻ്റെ പണി കൊടുത്തു കഴിഞ്ഞു. അതായത് ഇപ്പോഴായിരുന്നില്ല, 2019 മെയ് മാസം 20 മുനമ്പം ആ ഭൂമി വഖഫായി രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിട്ടതനുസരിച്ച് 7 വർഷം മുൻപ് 8ൻ്റെ പണി, അതായത് ഈ സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുന്ന സമയത്തല്ല 8ൻ്റെ പണി കൊടുത്തത്, UDFൻ്റെ ഒരു സമിതി അവിടെ ഇരുന്ന സാഹചര്യത്തിലായിരുന്നു എന്നുള്ളതാണ് വ്യക്തം. അങ്ങനെ VD സതീശൻ ആദ്യമായി ഒരു സത്യം പറഞ്ഞു. മുനമ്പത്തുകാരായ മനുഷ്യർക്ക് 8ൻ്റെ പണി കൊടുത്തു എന്നുള്ള കാര്യം അദ്ദേഹം ആദ്യമായി പറഞ്ഞൊരു സത്യമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് 8 വർഷം മുമ്പ് പാണക്കാടെ തങ്ങളും ലീഗ് നേതാക്കളും ആയിരുന്നുവെന്ന സത്യം മൂടിവെച്ച് നിലവിലുള്ള ബോർഡ് അത് ചെയ്തതായി പതിവ് പോലെ ഒരു നുണ കൂടി പറഞ്ഞു. അദ്ദേഹം പറയുന്ന എല്ലാം നുണകളാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നടന്നത് എന്താണ്? LDF സർക്കാർ മുസ്ലിം ലീഗിൻ്റെ വഖഫ് ബോർഡ് എടുത്ത നിലപാട് തള്ളി മുനമ്പം വസ്തുവിന് സ്ഥലമുടമകളിൽ നിന്ന് കരം സ്വീകരിച്ചു. അതിനെതിരായി വഖഫ് സംരക്ഷണ സമിതി നൽകിയ കേസ് ഹൈക്കോടതിയിലായിരുന്നു. ഇപ്പോൾ അതിൻ്റെ അപ്പീൽ വഖഫ് സംരക്ഷണ സമിതി സുപ്രീം കോടതിയിൽ നൽകി. 10 മിനിറ്റ് പരിഹാരക്കാരന് ഇതൊന്നും അറിയാത്തതല്ല. അയാൾ നുണ പറയുന്ന പ്രകൃതക്കാരനാണെന്ന കാര്യം അറിയാത്തവരാണോ അയാളെ വിശ്വസിച്ചത്? പിന്നീട് അടുത്ത 5ാമത്തെ ഒരു പോയിൻ്റായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നത്, പുതിയ വഖഫ് നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് മുഖ്യമന്ത്രിക്ക് അറിയില്ല, പാവം. 2026 മെയ് 17 രാജ്യത്തെ എല്ലാ വഖഫ് വസ്തുവകകളും കേന്ദ്ര വഖഫ് നിയമമനുസരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതിന് വഖഫ് ബോർഡിന് ചുമതലയുണ്ട് എന്നത് നുണ പറയുന്ന മുഖ്യമന്ത്രിക്ക് അറിയാത്തതുമല്ല.
അതായത് ഉമീദ് രജിസ്റ്ററിൽ ചെയ്യണം, ഉമീദ് രജിസ്റ്ററിൽ അത് ഉൾക്കൊള്ളിക്കണം എന്നുള്ള വിവരം 2026 മെയ് 17 രാജ്യത്തെ എല്ലാ വഖഫ് വസ്തുവകകളും കേന്ദ്ര വഖഫ് നിയമം അനുസരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ഇങ്ങനെ ഒരു നിയമം കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുണ്ട്. അത് മറച്ചു വെച്ചിട്ടാണ് ഈ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു, അങ്ങനെ ഒരു 8ൻ്റെ പണി ഈ സർക്കാരിന് കഴിഞ്ഞു പോയ സർക്കാർ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ വാസ്തവം എവിടെയാണ്, ഈ മുഖ്യമന്ത്രി നമ്മളോട് പറഞ്ഞ കള്ളം എവിടെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി അല്ല എന്നുണ്ടെങ്കിൽ കേന്ദ്ര നിയമം അനുസരിച്ച് അത് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ നിലവിലെ വഖഫ് ബോർഡ് പിഴ അടയ്ക്കണം. 2019 മെയ് 20 രജിസ്റ്റർ ചെയ്യപ്പെട്ട വിവരം ഒരു ബുക്കിൽ എഴുതി വെക്കുന്നത് പോലെ ഒരു പോർട്ടലിൽ ചേർക്കുന്നു, അത്രമാത്രം. അതായത് ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഒരു പോർട്ടൽ, ഉമീദ് പോർട്ടൽ എന്ന് പറയുന്ന ആ പോർട്ടലിലേക്ക് എങ്ങനെ ചെയ്യുന്നു, 2019 മെയ് 20 അതായത് റഷീദ് അലി തങ്ങൾ നൽകിയിരിക്കുന്ന, അതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഈ ഒരു പേപ്പറിൽ എഴുതി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സാധനം ഒരു പോർട്ടലിലേക്ക് ചേർക്കുന്നു എന്ന് മാത്രം. അതായത് ഓൾറെഡി ഈ പറയുന്ന വഖഫ് ഭൂമിയായി 2019 മെയ് 20 രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അത് ഈ പോർട്ടലിലേക്കും കൂടെ ആഡ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ചെയ്തത്. അതായത് 2019 മെയ് 20 മുസ്ലിം ലീഗ് നേതാക്കളുടെ വഖഫ് ബോർഡ് കൊടുത്ത 8ൻ്റെ പണി നിയമപരമായി തീർപ്പാക്കേണ്ടത് ഇനി സുപ്രീം കോടതി മാത്രം. ആ വസ്തുവിൻ്റെ വിവരം പോർട്ടലിൽ ചേർത്തുവെന്ന നടപടിക്രമം ഒഴിവാക്കാനാകുമായിരുന്നില്ല. കേന്ദ്ര സർക്കാർ നിയമം നിർദ്ദേശിച്ച കാലാവധി തീരുന്നതിൻ്റെ തലേന്ന് അത് രേഖപ്പെടുത്തി എന്ന് മാത്രം. അതെങ്ങനെ പുതിയ 8ൻ്റെ പണിയാകും? സതീശൻ അംഗമായ നിയമസഭയിൽ മുനമ്പം ഭൂമി വഖഫാണെന്ന് KPA മജീദ് വാദിക്കുന്നത് സതീശൻ കേൾക്കാതിരുന്നതല്ലോ. ദീപിക ഇപ്പോൾ സത്യം മനസ്സിലാക്കി മുഖപ്രസംഗം എഴുതി VD സതീശൻ എന്ന കള്ളനാണയത്തോട്, വഞ്ചകനോട്, യൂദാസിനോട് പറയുന്നു നോക്കൂ. അപ്പം ദീപിക പത്രത്തിലെ മുഖപ്രസംഗത്തിൻ്റെ ഒരു ഡീറ്റെയിൽ ആണ് വരുന്നത്. 10 മിനിറ്റ് വാഗ്ദാന പെരുമഴ, നനഞ്ഞ ഇരകൾ, മതേതരത്വത്തിൻ്റെ തിരകൾ എണ്ണി കടപ്പുറത്തുണ്ടാകും. ചെമ്മീൻ സിനിമ ഓർക്കൂ, കറുത്തമ്മ പോയാൽ പരീക്കുട്ടി എന്നും കടപ്പുറത്ത് പാടിപ്പാടി നടക്കും. കറുത്തമ്മ പോയി, സതീശൻ അത്യാഗ്രഹിയായ ചെമ്പൻ കുഞ്ഞായി മാറി. അതിൻ്റെ തിരിച്ചറിവ് ദീപികയ്ക്കുണ്ട്. നല്ലത് 12. പിന്നെ 12ാമത്തെ ഒരു പോയിന്റ്, ആദ്യം മുനമ്പത്തുകാരെ മുസ്ലിം ലീഗ് പറ്റിച്ചു. അതായത് എന്നാന്ന് പറഞ്ഞാൽ മെയ് 20 2019 അടുത്ത ഊഴം BJP ആണ്. അവർക്ക് എന്തെല്ലാം കോലാഹലമായിരുന്നു. BJP പച്ചയ്ക്ക് പറ്റിച്ചു. അടുത്ത ഊഴം സതീശൻ്റെതാണ്. അയാൾ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത സൂത്രക്കാരനാണ് ദീപികയ്ക്ക് മനസ്സിലായി. ചെമ്പ് തെളിയട്ടെ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ മുനമ്പം ഭൂമി വിഷയം 10 മിനിറ്റിൽ തീർക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിട്ട് എന്തായെന്ന് വിമർശിച്ച് ദീപിക. അപ്പോൾ അതിൻ്റെ മുനമ്പം ഭൂമി വഖഫ് സ്വത്തായി ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലത്തിലാണ് മുഖപ്രസംഗം വന്നിരിക്കുന്നത്. വഖഫിൻ്റെ ചെരുപ്പിനനുസരിച്ച് നീതിയുടെ കാൽ മുറിക്കുമ്പോൾ ഇരയേക്കാൾ വലിയ നിസ്സഹായ അവസ്ഥയിലാണോ പുതിയ സർക്കാരെന്ന് ആത്മപരിശോധന നടത്തണം. വഖഫ് ബോർഡിൻ്റെ ഉമീദ് വിജ്ഞാപനം റദ്ദാക്കി മുനമ്പത്തെ വഖഫ് കുറ്റികൾ പറിച്ച് അറബിക്കടലിൽ എറിയണം. അതുവരെ 10 മിനിറ്റ് വാഗ്ദാന പെരുമഴ, നനഞ്ഞ ഇരകൾ, മതേതരത്വത്തിൻ്റെ തിരകൾ എണ്ണി കടപ്പുറത്തുണ്ടാകും എന്നാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സയ്യിദ് റഷീദ് അലി തങ്ങളാണ് ഈ പറയുന്ന മെയ് 20 2019 ഇങ്ങനെയൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. തന്നെയുമല്ല, ഇവിടെ മറ്റൊരു കാര്യം കൂടി ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. ഇവിടെ 2 മതസംഘടനകളാണ്, അല്ലെങ്കിൽ 2 മതക്കാരാണ് ഇവിടെയുള്ളത്. ഒന്ന് ക്രിസ്തീയ മതവും ഒന്ന് ഇസ്ലാം മതവും. ഈ 2 മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന തരത്തിലേക്ക് ഇവിടെ ഏതൊക്കെയോ ചില കക്ഷികൾ പരിശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു നരേറ്റീവ് കൂടി, ഒരു പ്രതീതി കൂടി സൃഷ്ടിച്ചെടുക്കാൻ VD സതീശൻ ഈ ഒരു അവസരം വിനിയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായി നമ്മൾ കാണേണ്ടത്. കാര്യം, ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം പറയാൻ പാടില്ലാത്ത വാചകങ്ങളാണ് അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ 8ൻ്റെ പണി കൊടുത്തത് ഈ കഴിഞ്ഞുപോയ ഈ കഴിഞ്ഞ സർക്കാരായിരുന്നില്ല, മറിച്ച് UDFൻ്റെ സമിതി തന്നെയായിരുന്നു. പാണക്കാട് സയ്യിദ് റാഷിദ് അലി തങ്ങൾ തന്നെയായിരുന്നു അതിനകത്ത് ഈ രീതിയിലൊരു നീക്കുപോക്ക് നടത്തിയത് എന്നുള്ള കാര്യവും ഏറെക്കുറെ വ്യക്തമായി കാണും. അപ്പോൾ ഇനിയും അധികം കള്ളം പറഞ്ഞ് സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.